ഹായ്, ഞാൻ മിക്കുസ് മീഡിയയിലെ മിക്കു. എല്ലാവരും എന്നെ മറന്നെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തത്. എനിക്ക് വളരെ വിഷമത്തോടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നെ കാണാനും എന്റെ കളിച്ചിരികളെല്ലാം കേൾക്കാനും ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിക്കുമോളെ ആർക്കും വേണ്ട, പാടി ഉപേക്ഷിച്ചതുപോലെ. എന്താ എല്ലാവർക്കും ഇവിടെ പറ്റിയത്? മിക്കുമോളെ എല്ലാവരും എന്താ വേർക്കുന്നത് ഇങ്ങനെ? ശരിക്കും പറഞ്ഞ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ വരാമേ. സോറി ഗൈസ്, പരിപാടിയിൽ തടസ്സം നേരിട്ട് എനിക്ക് ഇരിക്കുന്നു. എന്ത് ചെയ്യാനാ, ഇടയ്ക്കൂടെ ഡ്യൂട്ടി നോക്കിയല്ലേ പറ്റൂ. ഇപ്പോൾ ഡ്യൂട്ടി ടൈമാണ് ഗൈസ്, അതിനകത്തൂടെ ഇച്ചിരി സമയം നോക്കി നിങ്ങളോട് സംസാരിക്കാൻ വന്നതാ. പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ഇപ്പൊ എനിക്ക് ഭയങ്കര ജോലിയാണ്, ഇടയ്ക്കൊരു ബ്രേക്ക് പോലും കിട്ടത്തില്ല. എന്താന്ന് വെച്ചാലേ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുക. പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം കുറച്ച് എന്റെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ. എന്ത് ചെയ്യാനാ, എനിക്ക് മാത്രമേ ഉള്ളൂ ജോലിക്കാര്യത്തിൽ ആത്മാർത്ഥതയേ ഉള്ളത്. ബാക്കി എല്ലാവർക്കും വീട്ടുകാര്യത്തിലേ ഉള്ള ആത്മാർത്ഥത. പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്റെ അനിയൻ ടോമിവാവയാണ് കേട്ടോ. എന്റെ അപ്പുറത്തിരിക്കുന്നത്, തൊട്ടപ്പുറത്തെ കസായിരിക്കുന്നത് എന്റെ അനിയത്തി പിങ്കു. നിങ്ങളെല്ലാരും മറന്നതാണ്, അതുകൊണ്ടാണ് പരിചയപ്പെടുത്തല് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചാനൽ അങ്ങ് നിർത്തിയാലോ എന്നാ. നിങ്ങൾ തന്നെ കണ്ടില്ലയോ ഞാൻ ഈ ഡ്യൂട്ടിക്കിടയിൽ എങ്ങനെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരിലുണ്ടെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു. അവരാരും എന്നെ ഒരിക്കലും വിട്ടുകളയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ കുറച്ച് നാൾക്ക് മുൻപ് മിക്കുമോളെ പറ്റി ഒരുപാട് കമന്റ്സ് വരുമായിരുന്നു. അതൊക്കെ വായിക്കുമ്പോൾ മിക്കുമോക്ക് ഒരുപാട് സന്തോഷമാവുമായിരുന്നു. എന്നെ ഇങ്ങനെ വർക്ക് എന്താ ഉണ്ടായത്? ഞാൻ നിങ്ങളോട് വലിയ തെറ്റും ചെയ്തോ? എന്താ ഒന്ന് പറ എന്റെ അടുത്ത്. ഈ അവഗണന മിക്കുമോക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഗൈസ്. എടി പിങ്കു, നീ ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് സ്വല്പം അങ്ങോട്ട് മാറിയെന്നേ. എടി ഞാനല്ലേ സംസാരിക്കുന്നത്, അപ്പൊ എന്നെയല്ലോ കാണേണ്ടത്. ചേച്ചിയെ കണ്ട് കണ്ട് എല്ലാവർക്കും മടുത്ത്, അതാ എല്ലാരും ഇട്ടേച്ച് പോയത്. ഇനി എന്നെ ഒന്ന് കാണിച്ചു നോക്കാം. എന്നിട്ട് വേണം ഉള്ളതും കൂടി പോവാന്. ചേച്ചിയുടെ കയ്യിലും മിസ്റ്റേക്കുകളുണ്ട്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വേണം ഓരോ വീഡിയോയും ചെയ്യാൻ. അല്ലാതെ കരഞ്ഞു വിളിച്ച് അയ്യോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, എനിക്ക് വീഡിയോ ഇടുന്നില്ലേ, എനിക്ക് കമന്റ് ഇല്ലേ എന്ന് പറയാതെ നല്ല പ്രസന്നമായ മുഖത്തോടെ 10 ദിവസം വീഡിയോ ചെയ്ത് നോക്കൂ. ഞാൻ ഗ്യാരണ്ടി ക്ലിക്കാവും. എനിക്ക് ഇനി ഒന്നും വയ്യ, എല്ലാവരും എന്നെ കളഞ്ഞിട്ട് പോയി. എന്റെ പൊന്നു ചേച്ചി, വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം പറയാന്. ഈ വീഡിയോ തുടങ്ങിയാലും പോലെ നോക്ക്, ഞാൻ അവിടെ ചിരി നിർത്തിയിട്ടില്ല. നോക്കിന്റെ ഫേസിലേക്ക്. നിനക്ക് 24 മണിക്കൂറും ചിരിച്ചോണ്ട് നടക്കാലോ, നിനക്ക് ടെൻഷനും പണിയും ഒന്നുമില്ലല്ലോ. അതുപോലെ അല്ലല്ലോ ഞാന്. ഈ പിള്ളേരെ നോട്ടവും ഡ്യൂട്ടിയൊക്കെ ആവുമ്പോ എനിക്ക് ചിരി വന്നില്ലേ. നീ മേലെ അയത്തോട്ട് നോക്കണ്ട, ആ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. എനിക്ക് വീണ്ടും പണിയായി ഗായ്സ്. മേളെ അയ്യത്ത് 2 പേര് കുന്താലയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചേച്ചി സമയം കളയാൻ ചെല്ല്. ആരംഭത്തില് 2 ഡോസ് കൊടുത്താലേ അവര് പേടിക്കൂ. ചെന്ന് നന്നായിട്ട് 2 കൊര അങ്ങ് പാസ്സാക്ക്. എന്റെ തൊണ്ടയ്ക്ക് ഒരു കിച്ച് കിച്ച്, അതുകൊണ്ടാക്കട്ടെ. ഒരു 2 മിനിറ്റ്. പെട്ടെന്ന് വേണം ചേച്ചി, ഞാൻ പോയി ഫുഡ് വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ എനിക്ക്. അപ്പൊ ഗൈസ്, ഇതെന്റെ അവസാനത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എന്നെയും പറഞ്ഞത് കൊണ്ട് ഞാനും പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അസമാനമായി ഒരു പാട്ട് പാടാം. ചിന്നാരി പോലിന്റെ സുരവാണി, നീ തുമഴ തുമഴ ആയിസ് നൂറായേ
കാണൂ ഉന്നോട് മുൻപൊന്നേ വിന്നോട് അയ്യോ തെറ്റിപ്പോയി